അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഭവിച്ചവർ മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവ് കെ.എൻ. രവീന്ദ്രനാഥിന്റെ ഇടപ്പള്ളിയിലെ വീട്ടിലാണ് ഒത്തുചേർന്നത്. അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം കഴിഞ്ഞ് ഏതാണ്ട് 2 മാസം കഴിഞ്ഞിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ആരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ഞാനൊക്കെ അറസ്റ്റ് ചെയ്ത് എന്നെ വിയ്യൂർക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് പോലീസിൻ്റെ ഒരു ക്യാമ്പിൽ ഞങ്ങൾ എത്തി. അവിടെ എത്തുമ്പോഴാണ് ലാറൻസ് ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് എന്ന് ഞാൻ അറിയണത്. ജയിൽ പീഡനത്തിന്റെ കറുത്ത ദിനങ്ങളും നീതി നിഷേധത്തിന്റെ അരക്ഷിതമായ രാത്രികളും അവർ ഓർത്തെടുത്തു. സാക്കളെ ഞങ്ങൾക്ക് ജയിലിൽ കിടന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വൈഷമ്യങ്ങളൊന്നുമില്ല. ഞങ്ങളിതെല്ലാം കണ്ടു. ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളതൊന്നും മാത്രമാണ്. നാളെ അതിനേക്കാൾ ഭീകരമായ എ മാനിപ്പുലേറ്റഡ് സൊസൈറ്റിയാണ് ഇപ്പോൾ ഉള്ളതില്ലേ. വിയ്യൂർ, കണ്ണൂർ, തിരുവനന്തപുരം ജയിലുകളിൽ രാഷ്ട്രീയ തടവുകാരായിരുന്നവർക്കൊപ്പം പ്രൊഫസർ M.K. സാനുവും സംഗമത്തിൽ പങ്കെടുത്തു. സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ മനുഷ്യർക്ക് എന്ത് സംഭവിക്കാം അതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് അടിയന്തരാവസ്ഥയെ കാണേണ്ടത്. ഇനിയും വന്നുകൂടായില്ല. ഇപ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥയ്ക്ക് നോക്കുമ്പോൾ ആ അവസ്ഥ വന്നേക്കാം. ഡിക്ലെയർ ചെയ്യാതെ തന്നെ അടിയന്തരാവസ്ഥ കാലം ഇപ്പോൾ ഇവിടെ ഏതാണ്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. തമ്പാൻ തോമസ്, K.A. അലി അക്ബർ, M.K. കണ്ണൻ തുടങ്ങി സംസാരിച്ചവർക്കെല്ലാം അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഇന്നലെയിലെ പോലെ ഓർമ്മ. റിപ്പോർട്ടർ, കൊച്ചി.